ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫസി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടത്തേനുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടി ഇടിയപ്പവും കണവ റോസ്റ്റുമാണ്. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളച്ചുകൊണ്ടിരിക്കണം. കണവ തന്നെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ, വലിയ കണവയായിട്ട്. ഇനി ക്ലീൻ ചെയ്തുകൊണ്ടാവാന്ന്. ഇനി അത് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇല്ല, വലിയ കണവയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തു. ഇനി ഇത് കഴുകി വൃത്തിയാക്കാം. ഇന്ന് ക്യാമറാമാനായിട്ട് നിൽക്കുന്ന അക്കുവാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സഫാൻ എടുക്കുമ്പോൾ വാങ്ങി നോക്കിയപ്പോൾ നാളെ എക്സാം അല്ലേ, പോയി പഠിക്കൂ. കഴിഞ്ഞോ? രണ്ടോ എഴുതി കഴിഞ്ഞോ? വിട്ടോ പതുക്കെ വിട്ടോ. അമ്മ വിളിക്കാം. സംശയം ഉണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കണം. ഉപ്പ് വേണ്ട കച്ചി. കഴട്ടി വെച്ചേക്കുന്നു. കണവൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഈ കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാം. മതിയല്ലേ? കഴിക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് ഒഴിക്കാം. ഇച്ചിരി കുറച്ച് ഉലുവാപ്പൊടി ഇടാം. അല്ല, ഉലുവാപ്പൊടി അല്ല, ഉലുവ. കടുക് വല്ലോ കേട്ടോ, കടുക് വല്ലോ കേട്ടോ. അപ്പുറത്തെ സൈഡ് വേണ്ട ഇടിയപ്പം ആയിക്കൊണ്ടിരിക്കണേ. വെള്ളം ഉള്ളതുകൊണ്ടല്ല, കഴിക്കുന്നുണ്ടായിരുന്നു. ഒരുമിച്ചിടണോ? ഫുള്ളിടണോ? ഒരുമിച്ച് ഫുള്ളെല്ലാം കൂടി അതിടണം. എല്ലാവരും എത്തുമല്ലേ? അല്ലെങ്കിൽ ഇതെന്തിപ്പോഴത്തെ ഫുള്ളൊന്ന് ഇളക്കിയിട്ട് മറച്ച് വെള്ളം ഇറങ്ങുമായിരിക്കും. വെള്ളം ഇറങ്ങണം. എന്നിട്ട് വേണം ചെറുതായിട്ട് കൊടുക്കും. ഇച്ചിരി ഒന്ന് 10 മിനിറ്റ് ചെറുത് വെച്ചു. അപ്പം ഇഞ്ചി നമ്മൾ ചേർത്തായിരുന്നു. ഇതിനി അടച്ച് വെക്കാം. ഇനി വെള്ളം ഇറങ്ങും. വെന്തോളും.
പിന്നെ വെള്ളം ഇറങ്ങിയോട്ടെ നല്ലപോലെ. വെള്ളം ഒട്ടും ഒഴിക്കല്ലേ, ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. കുറച്ച് മുളക് പൊടി അല്ലേ. വെള്ളത്തിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ഇടണം. വഴറ്റുണ്ട് ചെറിയ ഉള്ളി. അല്ല, ഇതിനകത്തോട്ട് തന്നെ എല്ലാം ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ വെന്തിട്ട് ശശി പച്ചവെള്ളി ഒന്നിച്ചിട്ട് വേണ്ടിയാണ്. ശശി അതിനാവശ്യമായ ചുമന്നുള്ളിയും തക്കാളിക്കായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്. തിളക്കട്ടല്ലേ, 9-ലാണോ കിടക്കുന്നത്? ചുമന്നുള്ളിയും തക്കാളിക്കായും ഇടാം. തക്കാളിക്ക പിന്നെയാണോ? കുറച്ച് ചുവന്നുള്ളി ഇട്ടു. മോനെ എല്ലാ റെസ്റ്റ് എടുക്കണം, നാളെ 8 മണിയായി. വെട്ടി തക്കാളി കഴിക്കണേ. വെള്ളം കുറച്ചുകൂടി പറ്റുമ്പോൾ തക്കാളിക്ക ഇടണം. തക്കാളിക്ക ഇട്ട് നല്ലപോലെ വഴറ്റണം. എന്നാ പറ്റൂ? എന്നാ പറ്റി? ഡോറയെ വിളിക്ക്, ഡോറ വരും. എടുക്ക്, ഡോറയോട് വരാൻ പറ. തല ഇടിച്ചോ? അയ്യോ, പോട്ടെ പോട്ടെ. ഇനി എടുക്ക്, ഇനി പോയി എടുക്ക്. ഡോറയുടെ എടുക്ക്. അയ്യോ, അമ്മ എടുത്തു തരാം. എന്നാ പറ്റിയോ ഉടുപ്പേല്? സാരമില്ല, നമുക്ക് മാറാം. എന്തുവായി? നമ്പേഴ്സ് എഴുതിയോ? തക്കാളിക്ക എന്നോട് എല്ലാ PDF എടുത്തിട്ട് ഞാൻ പറഞ്ഞോ. തക്കാളി ഇട്ട് നല്ല വഴറ്റണം അല്ലേ. വഴറ്റിങ്ങനെ അടച്ചു വെക്കണം. ഇടിയപ്പത്തിൻ്റെ പുക ഇത് കുറച്ച് വെക്കാനോ? കുറച്ച് ഇടിയപ്പത്തിന് പാത്തുക്കച്ചിയാണ് അതേണ്ടേ. മല്ലിക സുകുമാരൻ്റെ ഇന്റർവ്യൂ കൊണ്ടിരിക്കുക കേട്ടോ. കണവ റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല വെള്ളമൊക്കെ പറ്റി വേണ്ടേ, നല്ല തിക്കായി. കറിവേപ്പില ഇട, ലാസ്റ്റ് കറിവേപ്പിലയും വേണ്ടേ. അപ്പവും കണവ റോസ്റ്റും എങ്ങനെ ഉണ്ടാക്കും മോനെ? എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന കണവ മേടിക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.